അതിനായ വൈകിയ പ്രസ്ഥാനത്തിൻ്റെ രീതിയിലായ യുവസ്നേഹിതരെ പ്രസിദ്ധനായ പരിമളത്തിന്മേനോടെ 107ാമത് ഓണത്തിനാളിലേക്ക് നാം ഇന്ന് പ്രവേശിക്കുകയാണ്. ഇത് 3ാം പ്രാവശ്യമാണ് പരിമള പെരുന്നാളിനോടനുബന്ധിച്ച് ഒരാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്നതായ ഭരണ പ്രാർത്ഥന നടത്തുന്നത്. കഴിഞ്ഞ 2 വർഷങ്ങളിലും യവണ്ട പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിയത് ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനമാണ്. എനിക്ക് പരിമള സെമിനാരിക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരനുഭവമാണ് ഇത്. പെരുന്നാളിൻ്റെ അനുഗ്രഹകരമായ നടത്തിപ്പിനായിട്ട് സഭയിലെ യുവാക്കൾ പ്രസിദ്ധനായ പരിമള തിരുമേനി തൻ്റെ ജീവിച്ചിരുന്ന കാലത്ത് താൻ താമസിച്ചതായ ആ വസതിയിൽ താൻ ഏറ്റവും അധിക സമയം പ്രാർത്ഥനാനിരതനായിരുന്നതായ ഈ ആദ്യകാല വസതി എന്നറിയപ്പെടുന്ന അരിഭയിൽ യുവജന പ്രസ്ഥാനത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ഈ യവണ്ട പ്രാർത്ഥന നടത്തുന്നത് പരിമള പെരുന്നാളിനും അതിലുപരിയായിട്ട് മലങ്കര സഭയ്ക്കും ഒരു പുതിയ വെളിച്ചം പകർന്നു തരുന്ന അനുഭവമാണ്. ഈ വർഷവും ഈ ഒരു നല്ല ഉദ്യമം ഏറ്റെടുത്തതായ യുവജന പ്രസ്ഥാന അംഗങ്ങളെ, അതിൻ്റെ കേന്ദ്ര കമ്മിറ്റി, സെൻസ് അസോസിയേഷൻ തുടങ്ങിയ എല്ലാ വൈദികരോടും എല്ലാ അംഗങ്ങളോടുമുള്ളതായ നന്ദി സവിനയം ഈ സമയത്ത് അറിയിക്കുകയാണ്. ഇവിടെ നടക്കുന്നതായ ഈ അഖണ്ഡ പ്രാർത്ഥന വലിയൊരു അനുഭവമായി തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വർഷവും നവംബർ 1-ാം തീയതി വൈകുന്നേരം വരെ പെരുന്നാളിൻ്റെ തലേസന്ധ്യ വരെ ഈ അഖണ്ഡ പ്രാർത്ഥന അനുഗ്രഹകരമായി നടത്തുവാൻ, അതിലൂടെ അനേകർക്ക് നല്ല ദൈവികമായ പ്രകാശവും അനുഭവവും ലഭിക്കാൻ ഇടയാകട്ടെ എന്ന് ബലഹീനായ ഞാനും ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ അഭിനയ കൊണ്ട് അനുഗ്രഹാശിസുകൾ, അനുഗ്രഹവചനങ്ങൾ നൽകുന്നതിനെ തുടർന്ന് അങ്ങനെ പ്രാർത്ഥന ഇവിടെ ആരംഭിക്കുകയാണ്. മാന്യനായ അമ്പാച്ചൻ, ബഹുമാന്യരായ വൈദിക ശ്രേഷ്ഠരെ, കർത്താവിൽ വാത്സല്യമുള്ളവരെ, സഭയുടെ ഓജസ്സും തേജസ്സും ശക്തിയുമായ യുവാക്കൾ ഈ ഒരു കർമ്മ പദ്ധതി ഏറ്റെടുത്തു. കഴിഞ്ഞ വർഷങ്ങളിൽ വളരെ ഭംഗിയായി, അനുഗ്രഹകരമായി, ചിട്ടയായി നടത്തി. ഈ വർഷവും ഇന്ന് അതിന് തുടക്കം കൊടുക്കുന്നു. പ്രാർത്ഥനയെ ജീവിതവും, ജീവിതത്തെ പ്രാർത്ഥനയുമാക്കിയ പരിശുദ്ധനായ പരിമള തിരുമേനി പ്രാർത്ഥിച്ച, കണ്ണുനീര് വീണ ഈ ആദ്യകാല വസതിയിൽ തീർച്ചയായിട്ടും യുവാക്കന്മാർ കൂടി വരുന്നു പ്രാർത്ഥിക്കുന്നത് വലിയ അനുഗ്രഹവും ചൈതന്യവുമാണ് എന്നുള്ളതിന് സംശയമില്ല. എനിക്ക് ഈ സമയത്ത് നിങ്ങളോട് ഓർപ്പിക്കാനായിട്ടുള്ളത്, ഈ സഭയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം, ഈ സമൂഹത്തിന് വേണ്ടി നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം, വളർന്നു വരുന്ന തലമുറയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. ഈ വർഷത്തെ ഈ പ്രാർത്ഥന സംഗമത്തിന്, അഖണ്ഡ പ്രാർത്ഥന യജ്ഞത്തിലെ പ്രധാന കാര്യങ്ങൾ ഈ 3 ആയിരിക്കട്ടെ. സഭ കടന്നു പോകുന്ന ഈ കാലഘട്ടം, സഭയിൽ നേതൃസ്ഥാനത്തേക്ക് 7 മെത്രാന്മാരെ തെരഞ്ഞെടുക്കുവാൻ സഭയാകമാനം ഒരുങ്ങുന്നു. ദൈവത്തിനും സഭയ്ക്കും ആവശ്യമായിട്ടുള്ളവർ തിരഞ്ഞെടുക്കപ്പെടുവാൻ, സഭയുടെ പ്രവർത്തനങ്ങളെല്ലാം വളരെ സജീവമായി തീരുവാൻ അതൊരു പ്രാർത്ഥനാ വിഷയം ആയിരിക്കട്ടെ. അനേക യുവാക്കന്മാർ ഇന്ന് മദ്യത്തിനും മയക്കുമരുന്നിനും അതുപോലെ തന്നെ ഭീകര തീവ്രവാദ പ്രവർത്തനങ്ങൾക്കും വഴുതി പോകുന്നത് നമ്മൾ കാണുകയും അറിയുകയും ചെയ്യുന്നതാണ്. വളരെ ലജ്ജാകരമായിട്ടുള്ള ഒരു സംഗതി ഇതിലെല്ലാമുള്ള ക്രൈസ്തവ യുവാക്കന്മാരുടെ പങ്കാളിത്തമാണ്.
കേരളത്തിലെ ആദ്യത്തെ വനിതാ ഗുണ്ട ഒരു ക്രിസ്ത്യാനിയായിരുന്നു എന്നുള്ള പത്രവാർത്ത നിങ്ങളും എന്നെപ്പോലെ വായിച്ചതായിരിക്കും. ഒരു കാലഘട്ടത്തിൽ മാതൃകാപരമായ ജീവിതം കൊണ്ടും പ്രവർത്തനം കൊണ്ടും സമൂഹത്തിൻ്റെ ശ്രദ്ധ പിടിച്ചു പറ്റിയ നാം ഇന്ന് കാട്ടിക്കൂട്ടുന്നത് സമൂഹത്തിന് മുമ്പിൽ അപമാനകരമായിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് വളർന്നു വരുന്ന തലമുറയ്ക്ക് ശരിയായ ദിശാബോധം, ദൈവഭയം ഇതുണ്ടാകാനായിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കണം. ഇവിടെ അടുത്ത് തന്നെ അച്ഛന്മാരൊക്കെ അറിഞ്ഞു കാണും, ഹൈസ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടി അടുത്തിടെ ആത്മഹത്യ ചെയ്ത വിഷയം ഞങ്ങളുടെ ചിലരുടെയെങ്കിലും ശ്രദ്ധയിൽ കൊണ്ടുവന്നു. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോൾ കുട്ടി ഗർഭിണിയായിരുന്നു എന്നുള്ളതാണ് റിപ്പോർട്ട്. ധാർമ്മിക മൂല്യങ്ങളും അതുപോലെയുള്ള സദാചാര ബോധവും എല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഞാൻ അതുകൊണ്ട് ഇന്നലെ നമ്മുടെ യുവജന സമ്മേളനത്തിൽ പറഞ്ഞത് ക്രൈസ്തവ സമൂഹത്തിന് ജീർണത ബാധിച്ചു കഴിഞ്ഞു എന്നുള്ളത്. ഈ കാര്യങ്ങളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, യുവതീയുവാക്കന്മാർക്ക് വേണ്ടി, സഭയ്ക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക. നമ്മുടെ കൂട്ടായ പ്രാർത്ഥനയും ആത്മാർത്ഥമായ അധ്വാനവും ഫലം കാണും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഈ പ്രാർത്ഥനാ യജ്ഞം ആരുടെ മധ്യസ്ഥതയിൽ അഭയം നേടിക്കൊണ്ട് നാം അർപ്പിക്കുന്നു. അത് നമുക്കൊരു അനുഗ്രഹമായിരിക്കട്ടെ എന്ന് മാത്രമല്ല, പ്രാർത്ഥിക്കാനുള്ള ഒരുക്കവും പ്രാർത്ഥിക്കാനുള്ള മനസ്സും പ്രാർത്ഥനയ്ക്കൊരു ഉത്സാഹവും കൂടി നമുക്ക് ഈ യജ്ഞത്തിലൂടെ നേടിയെടുക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രാർത്ഥന യജ്ഞം ദൈവനാമത്തിൽ ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നു. ഒരു പോലിന്യം സദസ്സുപിതാവായ ദൈവമേ, ലോകരക്ഷിതാവായ ദൈവപുത്ര, പരിശുദ്ധ റൂഹായാകുന്ന ദൈവമേ, ഏകദൈവമാകുന്ന പരിശുദ്ധ നൃത്തമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധനായ പരിമലമാർ ഗ്രിഗോറിയോസ് തിരുമേനി, ഞങ്ങൾക്ക് ജീവിത മാതൃകയായിരിക്കുന്ന പരിശുദ്ധനായ തിരുമേനി, സ്തുതി ദൈവത്തിൻ ഉയരത്തിൽ ഒരു കൃത്യം കൂടെ ചെയ്യാനായിട്ട് എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇതെന്താണെന്നുള്ളത് ഇപ്പം മൊബൈൽ വന്നാലും ദശബുഹത്വയാണ്, എവിടെ ചെന്നാലും ദശബുഹത്വയാണ്. ഇപ്പം മൊബൈലിൻ്റെ റിംഗ് ടോൺ പോലും ഏതായാലും ഇത് കൊല്ലം മദ്രാസനം അല്ല, കലയപുരം വെല്ലുപള്ളി പരിശുദ്ധനായ പെരുമല തിരുമേനോടുള്ള മധ്യസ്ഥ പ്രാർത്ഥനയും ഏതെങ്കിലും ചേർന്ന ഒരു ഓഡിയോ CD ഇറക്കുന്നു. അത് അഭിനന്ദനായ ദേവോദോസിയസ് തിരുമേനയുടെ അനുഗ്രഹ ആശംസകളോടും സന്ദേശത്തോടും ആമുഖത്തോടും കൂടി ഇത് സെമിനാരി മാനേജർക്ക് കൊടുത്തുകൊണ്ട് ഇതിൻ്റെ പ്രകാശനം നിർവഹിക്കുന്നു.